കാലിടറി എന്ന് പറഞ്ഞാൽ പരാജയത്തോളം വലിയൊരു സമനിലയുമായി മൊറോക്കോ കഴിഞ്ഞ ലോകകപ്പ് തൊട്ട് മാത്രം കേട്ടു തുടങ്ങിയ മൊറോക്കോയോട് സമനില വഴങ്ങി ബ്രസീൽ ആദ്യ മത്സരത്തിൽ 1-1. എനിക്കിതിനോട് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. സത്യത്തിൽ ശക്തരായ മൊറോക്കോയെ ബ്രസീൽ പിടിച്ചു കിട്ടുകയാണ് ചെയ്തത്. ശക്തരായ മൊറോക്കോയെ 1-1 സമനിലയ്ക്ക് തളച്ചു എന്ന് തന്നെ പറയണം. അങ്ങനത്തെ മത്സരമായിരുന്നല്ലോ നമുക്ക്. ആദ്യം തൊട്ട് മത്സരത്തിന്റെ തുടക്കം മുതൽ ആക്രമണമായിരുന്നു. ആരുടെ ആക്രമണമായിരുന്നു? മൊറോക്കോയുടെ ശക്തമായ ആക്രമണം. ബ്രസീലില്ല, ചിത്രത്തിൽ പോലും ബ്രസീലില്ല. ബ്രസീലിന്റെ പേര് കേട്ട പ്ലേയേഴ്സ് എല്ലാം മൊറോക്കോ ഡിഫൻസിന് മുന്നിൽ കീഴടങ്ങി കിടക്കുകയായിരുന്നു. മൊറോക്കോയ്ക്ക് മിഡ്ഫീൽഡിൽ ലഭിച്ച ഒരു ആനുകൂല്യം ബ്രസീൽ പേടിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് അതാണ്. കാരണം നമ്മുടെ ഈ പഴയ ഇതിൽ പറയത്തില്ലേ, ഞാൻ പലരുടെയും കൂടെ യുദ്ധം ചെയ്തിട്ടുണ്ട് പണ്ടെന്നൊക്കെ പറയുന്ന പോലെ, പണ്ട് ബെയിലിനും റൊണാൾഡോയ്ക്കും ലൂക്കയ്ക്കും ഒക്കെ ഒപ്പം, ടോണി ക്രൂസിനും ഒക്കെ ഒപ്പം മിഡ്ഫീൽഡിൽ പടവെട്ടിയിരുന്ന റയലിന്റെ സ്വന്തം ഡിഫൻസീവ് മിഡ്ഫീൽഡർ കാസിമെറോ ഇന്നലെ തീർത്തും നിറം മങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ്. ഒരു സങ്കടം, ശരിക്കും പറഞ്ഞാൽ ഒരു റയൽ ഫാൻ കൂടി ആയതുകൊണ്ട് എനിക്കത് ഒരു സങ്കടം തോന്നി. കാരണം വളരെ എളുപ്പത്തിൽ കാസിമെറോയെ കൊച്ചു പിള്ളേരാ ഇന്നലെ ശ്രദ്ധിക്കപ്പെട്ട 19-കാരൻ്റെ പേരും അയൂബ് എന്ത് ഈസി ആയിട്ടാണ് അയൂബിന്റെ ടച്ചുകൾ, എത്ര ടച്ചുകളാണ്! അയൂബാണ് കളി നിയന്ത്രിച്ചത്. അയൂബും മസ്റോയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ലെഫ്റ്റ് വിങ് കളിച്ച മസ്റോയും അയൂബും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഒരുപാട് കൂടുതൽ പോസ്റ്റിലേക്ക് വന്നു. മൊറോക്കോയ്ക്ക് ഒരുപാട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അതപ്പോൾ തിരിച്ച് അപ്പുറ സൈഡിലാണെന്നുണ്ടെങ്കിൽ അവസരങ്ങളേ ഇല്ലായിരുന്നു. ആകെ അവസരം ഉണ്ടായിരുന്ന വിനീഷ്യസ് ബോൾ തൊടുന്നത് തന്നെ 15 മിനിറ്റോളമായിട്ടാണ് വിനീഷ്യസ് ബോൾ ഇടുന്നത്. ആദ്യത്തെ 10 മിനിറ്റിൽ ബ്രസീൽ സ്ട്രൈക്കറായ പേര് കേട്ട റയൽ സ്ട്രൈക്കർ വിനീഷ്യസ് ജൂനിയർ ഇല്ല. വിനീഷ്യസിന്റെ ഒരു ഇൻഡിവിജ്വൽ മികവ് കൊണ്ട് വന്ന ഒരു ഗോൾ ഒഴിച്ചു നിർത്തിയാൽ അതുകൊണ്ട് സമനില പിടിച്ചു. ബാക്കി പിന്നെ മൊറോക്കോയുടെ ഫിനിഷിംഗ് ഒത്തില്ല എന്നുള്ളത് കൊണ്ടും കൂട്ട ഡിഫൻസ് ചെയ്തതുകൊണ്ടും ബ്രസീൽ സമനിലയിൽ വന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. മൊറോക്കോ അഭിനന്ദനാർഹമായ ഒരു കളി തന്നെ, വളരെ നല്ലൊരു കളി തന്നെ മൊറോക്കോ. ബ്രസീൽ എന്ത് കളിയെ കാണിക്കുന്നത് വെറുതെ ഈ മനസ്സിലാകുന്നില്ല. ബ്രസീലിന് വേണ്ടി ഒരു സാധനം എഴുതിയിട്ടുണ്ട്, ക്യാമറയിൽ കാണുക. അവതാളത്തിലാണ് ബ്രസീൽ, അവതാളത്തിലായി ബ്രസീൽ. ഇനി രാജകുമാരൻ സുൽത്താൻ വന്നിട്ടുണ്ടെങ്കിലും ചെയ്യുമോ നോക്കാം. എന്തായാലും ഈ ടീമിനെ വെച്ച് മിഡ്ഫീൽഡിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മിഡ്ഫീൽഡിൽ ഇഷ്ടംപോലെ സ്പേസ് ഇന്നലെ മൊറോക്കോയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മിഡ്ഫീൽഡിലാണ് കളി നിയന്ത്രിക്കപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ബ്രസീൽ മിഡ്ഫീൽഡ് പരാജയമായിരുന്നു, ഫിനിഷിംഗ് തോടും പരാജയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ലാറ്റിൻ അമേരിക്കയിലെ ശക്തമായ ബ്രസീലിന്റെ നല്ല ആരാധകർ, ബ്രസീൽ അന്തം ബ്രസീൽ ഫാൻസ് അല്ല, അതിനപ്പുറം ബ്രസീലിന്റെ നല്ല ആരാധകർ ബ്രസീലിന് തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടീമിൽ കുറെ അരിച്ചുമണി ആവശ്യമാണ്. ഇങ്ങനെയുള്ള മത്സരങ്ങൾ വളരെ എളുപ്പമാണ്. സ്വാഭാവികമായിട്ട് റൗണ്ട് ഓഫ് 16 വരെയൊക്കെ സുഖമായിട്ട് വരും. അവിടെ വെച്ച് ആരെങ്കിലും അലക്കി വിടും. കഴിഞ്ഞ വർഷം ക്രൊയേഷ്യയുടെ ഏറ്റവും പോലെ തന്നെ പിന്നെയും പരാജയം ഏറ്റു പറയേണ്ടി വരും. അത് പക്ഷെ അങ്ങനെ ബ്രസീൽ പോകരുത്. കാരണം ഫൈനലിൽ കിത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് വരണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ബാർസലോണയുടെ ഒരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നല്ലോ, റാഫീന. പോക്കറ്റിലായിരുന്നു കേട്ടോ, മസ്റോയുടെ പോക്കറ്റിൽ കളി കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നു പോക്കറ്റിനകത്ത്. വളരെ ശോകം. 32-ാം മിനിറ്റ് കഴിഞ്ഞിട്ട് ഹക്കീമി തീർത്തു. ഹക്കീമിയുടെ പോക്കറ്റിലാണ് വിനീഷ്യസ് എന്ന് പറയേണ്ടി വന്നു. 2 സ്ട്രൈക്കർമാരും പിന്നീടില്ലായിരുന്നു. വിനീഷ്യസിന് ആദ്യത്തെ ഗോളിൽ ഹക്കീമി ഇല്ലായിരുന്നു. ഹക്കീമിയുടെ വിങ്ങിയാണ് പൊട്ടിയത്. ഹക്കീമി ഫ്രണ്ട് സ്ട്രൈക്കിൽ പോയ സമയത്താണ്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് ഹക്കീമി വിട്ടുകൊടുത്തില്ല. ഹക്കീമി വന്നു, ഹക്കീമി ഡിഫൻഡർ എന്താണെന്ന് കാണിച്ചു കൊടുത്തു. പിന്നീട് അങ്ങോട്ട് ഹക്കീമിയുടെ കളിയായിരുന്നു. പിന്നെ വിനീഷ്യസ് ഇല്ല. നന്നായിട്ട് ആക്രമണത്തിലാണ് മൊറോക്കോ നടത്തിയത്. എന്തോ ഭാഗ്യം കൊണ്ട് ബ്രസീൽ പിടിച്ചത്. ബ്രസീൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ 3-4 സെൻട്രൽ ബാക്ക് മാറ്റുന്നുണ്ട്. സിവിൽ മാത്രം കളിപ്പിക്കാൻ ഇറങ്ങി. ബ്രസീലിന്റെ അറ്റാക്കിങ്ങിന് മൂർച്ചയില്ല. കാരണം 2006 വേൾഡ് കപ്പിലാണ് ഞാനൊക്കെ ആദ്യമായിട്ട് ഈ ടീം സ്കോഡൊക്കെ കണ്ട് ലോകകപ്പ് കാണാൻ ഇരിക്കുന്നത്. അന്ന് പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ ഈ സമ്പാത്താളവും മൈതാനത്ത് ബോർഡുമായി നൃത്തം ചെയ്യുന്ന റൊബീഞ്ഞോ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കന്ന് അർജന്റീന ഫാൻസിന് അതൊരു പേടി കൂടായിരുന്നു. ബ്രസീലിന് ഇത്ര വലിയ സ്ക്വാഡ് ഡെപ്ത് ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് 2006 എവിടെ എത്തിയില്ല. പക്ഷെ പറഞ്ഞു വന്നത് ബ്രസീൽ ടീം ആഞ്ചലോട്ടിയുടെ എക്സ്പീരിയൻസിൽ വിശ്വസിച്ച് വന്നിരിക്കുന്ന ബ്രസീൽ ടീം, സുൽത്താന് അവസാനത്തെ ലാസ്റ്റ് ഡാൻസിന് അവസരം ഒരുക്കാൻ വന്നിരിക്കുന്ന ബ്രസീൽ ടീം ഈ വട്ടം എന്തുമാത്രം പോകുമെന്നുള്ളത് കണ്ടറിയണം.
എനിവേ 1-1 സ്കോർ, ഓരോ പോയിന്റ് വീതം 2 ടീമുകൾക്കും. ഭാവി ബ്രസീലിന്റെ കളികൾ കണ്ടറിയണം.